ശാന്തസമുദ്രത്തിൽ കാലിഫോർണിയൻ തീരത്താണ് ഈ സ്പ്ലാഷ് ഡൗൺ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെയും ഒരു ഇന്ത്യക്കാരൻ്റെ പേര് നമ്മൾ പറയണം. നാസയുടെ ഹ്യൂസ്റ്റൺ ബഹിരാകാശ കേന്ദ്രത്തിലെ ഫ്ലൈറ്റ് ഡയറക്ടറായ ഇന്ത്യക്കാരൻ റോണക് ദാവയാണ് ഈ മിഷന്റെ ദൗത്യം, ഇതിന്റെ ചുമതലക്കാരൻ. സ്പ്ലാഷ് ഡൗൺ കഴിഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ക്രൂ 11 പേടകം ഇപ്പോൾ കടലിൽ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. പേടകം ഭൂമിയിലേക്ക് തിരിച്ചെത്തി. അത് കഴിഞ്ഞിപ്പോൾ കടലിലേക്ക് ഇറങ്ങിയതാ ആ ദൃശ്യങ്ങളാണ് കൃത്യമായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെസ്ക്യൂ ബോട്ടുകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. റെസ്ക്യൂ ബോട്ടുകൾ ഈ പേടകം വീണ ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പേടകത്തിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് എത്തിച്ച് അത് കഴിഞ്ഞ് പ്രത്യേകം സജ്ജീകരിച്ച കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങൾ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, റെസ്ക്യൂ ബോട്ടുകൾ അതിൻ്റെ ലൈറ്റുകളാണ്. അത് ആ പേടകത്തിന് സമീപത്തേക്ക്, അതാണ് ആ പച്ച ലൈറ്റും വെള്ള ലൈറ്റും നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേടകം കടലിൽ ഇറക്കി കഴിഞ്ഞു. ഇനി ഈ രക്ഷാ ബോട്ടുകൾ, റെസ്ക്യൂ ബോട്ടുകൾ അവിടേക്ക് എത്തും എന്നുള്ള ദൃശ്യങ്ങളാണ്. വെൽക്കം ബാക്ക് ടു എർത്ത് ക്രൂ 11 എന്നുള്ള എഴുത്ത് നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. 165 ദിവസങ്ങൾക്ക് ശേഷം 4 ബഹിരാകാശ യാത്രികരുമായി ക്രൂ 11 പേടകം തിരികെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കടലിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്തത് രക്ഷാ ദൗത്യമാണ്. ക്രൂ 11 സംഘത്തിൽ 4 പേരാണ്. അതിൽ നാസയുടെ 2 പേര്, സെന കാഡ്മാനും മൈക്ക് ഫിൻകും. ഇതിൽ സെന കാഡ്മാനോ അല്ലെങ്കിൽ മൈക്ക് ഫിൻകിനോ ആണ് രോഗം ബാധിച്ചത് എന്നുള്ളതാണ് നിലവിലെ ഒരു വിലയിരുത്തൽ. അതിന്റെ പേര് വിവരങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം ഈ 2 പേരും ബഹിരാകാശത്ത് യാത്ര നടത്താൻ, സ്പേസ് വാക്ക് നടത്താൻ ഇരുന്ന ദിവസമാണ്. ആ സ്പേസ് വാക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് അതേ ദിവസം ദൗത്യം വെട്ടിച്ചുരുക്കുകയാണ് എന്ന ഒരു വിവരം നാസ അറിയിക്കുന്നത്. അതുകൊണ്ട് നാസയുടെ സെന കാഡ്മാൻ അല്ലെങ്കിൽ മൈക്ക് ഫിൻക്, ഇവരിൽ ഒരാൾക്കാണ് അസുഖബാധിതൻ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം ജാക്സയുടെ കിമിയ യുയിഗുമുണ്ട്, റോസ്കോസ്മോസിന്റെ ഒലെഗ് പ്ലാറ്റിനവും. ഈ 4 പേരും ഇപ്പോൾ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ പേടകത്തിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ക്രൂ 11 സംഘം ഭൂമിയിലേക്ക് മടങ്ങി വന്ന പേടകത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അതൊന്ന് സെറ്റിൽ ആയതിനു ശേഷം റെസ്ക്യൂ ബോട്ടുകൾ ഈ പേടകത്തിന് സമീപത്തേക്ക് എത്തും. അങ്ങനെ ക്രൂ 11 സംഘം ഒരു പ്രശ്നവുമില്ലാതെ നാസയുടെ ക്രൂ 11 സംഘം തീർച്ചയായും അവിടെ ശാരീരിക അവസ്ഥയിലേക്ക് തന്നെ വരുന്ന മാറ്റങ്ങൾ സ്വാഭാവികം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള മെഡിക്കൽ സംഘം, നമ്മൾ നേരത്തെ മുൻ ദൗത്യങ്ങളൊക്കെ കണ്ടതുപോലെ തന്നെ ഇതൊരു അസാധാരണമായ ഒരു ദൗത്യമാണ്. മടങ്ങി വരവാണ്, വെട്ടിച്ചുരുക്കലാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന റെസ്ക്യൂ ടീമിനെ കുറിച്ച് കൂടി സ്വാഭാവികമായിട്ടും അവർക്ക് വൈദ്യ ചികിത്സ അടക്കം നൽകേണ്ടതുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി, സാധാരണ വരുമ്പോൾ ഇത്രയും കാലം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്നാണ് അവർ മടങ്ങി വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇതിനു മുൻപ് ഇറക്കിയ ദൗത്യങ്ങളിലൊക്കെ നമുക്ക് അവർക്ക് എണീക്കാൻ, അവരുടെ നടത്തം, നമ്മുടെ ഭൂമിയിലുള്ള ഗുരുത്വാകർഷണവുമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ പേശികൾക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ, അവരുടെ മസിലുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, സാഹചര്യം വ്യത്യാസമാണ്. ആ പരിശോധനയൊക്കെയാണ് സാധാരണ നടത്താറ്. പക്ഷേ ഇവിടെ അതിനേക്കാൾ വലിയൊരു മെഡിക്കൽ എമർജൻസിയുമായിട്ടാണ് ഈ പേടകം ഇപ്പോൾ ഭൂമിയിലേക്ക് തന്നെ മടങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിരിക്കും അതിന് തന്നെയായിരിക്കും വൈദ്യ ചികിത്സ ആവശ്യമുള്ള ആ യാത്രക്കാരനായിരിക്കും പ്രഥമ പരിഗണന എന്തായാലും നൽകുക എന്നുള്ള കാര്യം ഉറപ്പാണ്. US, റഷ്യ, ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് 4 യാത്രികരാണ് ഈ പേടകത്തിലുള്ളത്. എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഡ്രാഗൺ പേടകമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പേസ് എക്സിന്റെ ക്രൂ 11 ചരിത്രം കുറിച്ചിരിക്കുകയാണ് എന്ന് കൂടി വേണമെങ്കിൽ പറയാം. 25 വർഷത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം 2000-ൽ പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടം മുതൽ അവിടെ ഒരു മനുഷ്യൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ മെഡിക്കൽ ഇവാക്യുവേഷൻ കാരണം അവിടെ ആദ്യമായിട്ടാണ് ഒരു യാത്രികൻ ഇല്ലാത്തൊരവസ്ഥ വരുന്നത്. കാരണം മെഡിക്കൽ എമർജൻസി കാരണം ചുരുക്കിയിരിക്കുകയാണ്. ഇനിയും ഏകദേശം 4 ആഴ്ചയോളം സമയം അവിടെ ചെലവഴിക്കേണ്ടതായിരുന്നു വിവിധ പദ്ധതികളുമായി.